ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയാൻ പോകുന്നത് ഇത് ഹുണ്ടായി സാൻഡ്രോ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ റിവേഴ്സ് സ്വിച്ച് നമുക്ക് എങ്ങനെ മാറാം എന്ന് നോക്കാം. ഓൾറെഡി ഇതിന് റിവേഴ്സ് സ്വിച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ സ്ഥാനത്തായിട്ട് ഒരു ബോൾട്ട് ഇട്ട് മുറുക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ റിവേഴ്സ് സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്, അതുപോലെ തന്നെ അതിന്റെ സ്വിച്ച് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്താണ് അതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ വണ്ടിയുടെ അടിവശത്തായിട്ട് വന്നിട്ടുണ്ട്. ഓയിൽസ്, അതായത് റിവേഴ്സിന്റെ സ്വിച്ച് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇതിന്റെ റിവേഴ്സിന്റെ സ്വിച്ച് വരുന്നത്. അവിടെ ആരോ സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമുക്കിനി റിവേഴ്സ് സ്വിച്ച് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് സ്വിച്ചിന്റെ അഴിക്കുമ്പോൾ ഓയിൽ കുറച്ച് വരും. അപ്പോൾ ഇത് ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഭാഗം ഇതാണ്, ഇതിന്റെ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന നട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഒഴിക്കുന്ന നട്ട് വരുന്നത് ഇതാണ്, ഇതിന്റെ ഓയിൽ ഒഴിക്കുന്ന നട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് അഴിച്ചെടുക്കാം. അഴിച്ചെടുത്തിട്ട് അതിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഓൾറെഡി ഇതിന്റെ ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓൾറെഡി നമ്മളിപ്പോ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പാർക്ക് പ്ലഗ് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പൊ അഴിച്ചെടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ റിവേഴ്സിന്റെ സ്വിച്ച് ആയാലും അതുപോലെ ഇതുപോലെ ബ്ലോക്ക് വെച്ചേക്കുന്ന അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ബോൾ ഉണ്ട്. ആ ബോൾ കറക്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിച്ച് എടുക്കുക. ഇതിനുള്ളിൽ ആ ബോൾ കാണാനില്ല. അതുപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ഇട്ടേക്കുന്നത്. അപ്പൊ ഇതിനുള്ളിൽ ഒരു ബോൾ വന്നാൽ മാത്രമേ റിവേഴ്സിന്റെ സ്വിച്ച് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോ ഇതിന് ഉള്ളിൽ നമ്മളിപ്പോ റിവേഴ്സിന്റെ സ്വിച്ച് ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് കത്തി തന്നെ കിടക്കും, ലൈറ്റ് അണയൂല. ഇതിനകത്ത് ആ ബോൾ ഇട്ടാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് റിവേഴ്സ് ഇടുമ്പോൾ അത് കത്തുകയുള്ളൂ, നമ്മൾ ന്യൂട്രൽ ആക്കുന്ന സമയത്ത് അത് അണയുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് ബോൾ ഇല്ലാണ്ട് നമ്മൾ റിവേഴ്സിന്റെ സ്വിച്ച് ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബാക്കിൽ ലൈറ്റ് കത്തി തന്നെ കിടക്കും. നമുക്കിപ്പോ ഇതിനകത്ത് കറക്റ്റ് സൂട്ടപ്പ് ആയിട്ടുള്ള ഒരു ബോൾ എടുത്തിടേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ലൈറ്റ് കത്തി കിടക്കുന്ന ആ ഒരു പൊസിഷൻ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ റിവേഴ്സിന്റെ പുതിയ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഈ ബോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഇങ്ങനെ പുറത്തോട്ട് തള്ളി തന്നെ നിൽക്കും. തള്ളി തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കത്തി തന്നെ നിൽക്കും. അതിപ്പോ നമുക്കൊന്ന് കാണിക്കാം. ഇതിനകത്ത് ഓൾറെഡി ബോൾ ഇല്ല. ഇനി നമുക്ക് ഇതിന് സൂട്ടപ്പ് ആയിട്ടുള്ള ഒരു ബോൾ എടുത്ത് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഇതിനകത്ത് ബോളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ബോൾ ഇല്ല നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സോക്കറ്റ് കൊടുക്കാം. സോക്കറ്റ് ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതാണ് ഇതിന്റെ സോക്കറ്റ്. സോക്കറ്റ് നമ്മളിപ്പോ കൊടുത്തു. സോക്കറ്റ് നമ്മളിപ്പോ കൊടുക്കുമ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ തന്നെ റിവേഴ്സിന്റെ ലൈറ്റ് കത്തി കിടക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ചാവി ഓൺ ചെയ്യാനായിട്ട് ചാവി ഒന്ന് ഓൺ ചെയ്തേ. ചാവി ഓൺ ചെയ്യുമ്പോൾ തന്നെ റിവേഴ്സിന്റെ ലൈറ്റ് കത്തുന്നുണ്ട്. ഗിയർ ഒന്ന് റിവേഴ്സ് ഇട്ടേ. റിവേഴ്സ് ഇടുന്നുണ്ട്. ന്യൂട്രാക്കിയേ. ഇപ്പോ ന്യൂട്രാക്കിട്ട് ഫസ്റ്റ് ഇട്ടേ. വേറെ ഏത് ഗിയർ ഇട്ടാലും ചാവി ഓണിലും സ്റ്റാർട്ടിങ്ങിലും ഇത് കത്തി തന്നെ നിൽക്കും. ചാവി ഓഫ് ചെയ്തേ. ചാവി ഓൺ ചെയ്തേ. ഓക്കെ, ഒന്നുകൂടെ ചാവി ഓഫ് ചെയ്തേ. ചാവി ഓൺ ചെയ്തേ. റിവേഴ്സ് ഇട്ടേ. ഇപ്പൊ റിവേഴ്സ് വീണിട്ടുണ്ട്. പക്ഷെ ആ ലൈറ്റിന് ഒരു മാറ്റവും ഇല്ല. ലൈറ്റ് അങ്ങനെ കത്തി കിടക്കണം. അപ്പൊ ആ ബോൾ ഇടാത്തത് കൊണ്ടാണ് അത് അങ്ങനെ വന്നേക്കുന്നത്. അത് സൂട്ടപ്പ് ആയിട്ടുള്ള നമുക്ക് ഒരു ബോൾ ന്യൂട്രാക്കിയിട്ട് വണ്ടി ഓഫ് ചെയ്തോ. ചാവി ഓഫ് ചെയ്തോ. ഇപ്പൊ ചാവി ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സോക്കറ്റ് നമുക്ക് ഊരിയെടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ സോക്കറ്റ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഊരിയെടുത്തു. ഇനി നമുക്ക് ഈ റിവേഴ്സിന്റെ സ്വിച്ച് ഊരിയെടുക്കണം. നമ്മൾ ഓൾറെഡി ടൈറ്റ് ചെയ്തിട്ടില്ല, കൈകൊണ്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ആ ബോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി അങ്ങനെ കാണിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് കയറുന്ന രീതിയിലുള്ള ഒരു സൂട്ടപ്പ് ആയിട്ടുള്ള ഒരു ബോൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ളിൽ കയറുന്ന രീതിയിൽ ഒരു സൂട്ടപ്പ് ആയിട്ടുള്ള ഒരു ബോൾ നമുക്ക് ഇട്ടിട്ട് വേണം ഈ സ്വിച്ച് ഇനി ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബോൾ ഇടാതെ ഈ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ലൈറ്റ് കത്തി തന്നെ കിടക്കും. ചാവി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. പക്ഷെ ചാവി ഓണിലും സ്റ്റാർട്ടിങ്ങിലും ഏത് ഗിയർ ഇട്ടാലും ലൈറ്റ് കത്തി തന്നെ റിവേഴ്സിന്റെ കിടക്കും. അപ്പോൾ നമുക്ക് ബോൾ സൂട്ടപ്പുള്ള ബോൾ ഒന്ന് തപ്പിയെടുക്കാം. നമ്മളിപ്പോ കുറെ ബോൾ ട്രൈ ചെയ്ത് നോക്കി. അതിനകത്ത് ഇത് വലിയ ബോളാണ്. അതിനകത്ത് ഇത് വലിയ ബോളാണ്. അതിനുള്ളിൽ കറക്റ്റ് ആയിട്ട് കയറില്ല. പക്ഷെ അതിനുള്ളിൽ കയറും. പക്ഷെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. അതിനുള്ളിൽ ഏറ്റവും ഉള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ റിവേഴ്സ് ഫംഗ്ഷൻ നടക്കുകയുള്ളൂ. ഇതും കറക്റ്റ് അല്ല, അതുപോലെ തന്നെ ഇതും കറക്റ്റ് അല്ല. നമ്മളിപ്പോ ഈ ബോൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ ചെക്ക് ചെയ്ത് നോക്കി. ഇത് കറക്റ്റ് ബോളാണ്. നമുക്കിപ്പോ ചെക്ക് ചെയ്യുന്ന വിധം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത് ഞാൻ എടുത്തേക്കുന്നത് ഇതിനകത്ത് നിന്നൊരു ബോളാണ് എടുത്തത്. ഇത് അൾട്ടോയുടെ ബാക്കിലെ വീൽ ബെയറിംഗിന്റെ
വീൽ ബെയറിംഗിന്റെ ബോളാണ് എടുത്തേക്കുന്നത്. നമ്മൾ മാറിയ ആൾട്ടോയുടെ വീൽ ബെയറിംഗിന്റെ ബോളാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഇതിനുള്ളിലോട്ട് നോക്കിയാൽ 2 സ്റ്റെപ്പ് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ഇത് ബോൾ കിടക്കുന്ന സ്റ്റെപ്പാണ്, അങ്ങേ അറ്റം കിടക്കുന്ന ആ ഒരു സ്റ്റെപ്പ്. ഇവിടുന്ന് താഴോട്ട് ആ അറ്റം വരെ വരുന്നത് ഇതിന്റെ ഈ ഒരു അറ്റം വരെ വരുന്നത് ഇതിന്റെ ത്രെഡ്, അതായത് നമ്മുടെ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന ഭാഗം. ഇതിനുള്ളിലോട്ട് പോകുന്നത് ബോൾ കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോൾ അതിനകത്ത് കയറ്റി ഇട്ടിട്ട് റിവേഴ്സ് ഇടുമ്പോൾ ഈ ബോൾ അകത്തോട്ട് പോകണം. അതുപോലെ തന്നെ റിവേഴ്സ് മാറ്റുന്ന സമയത്ത് ഈ ബോൾ പുറത്തോട്ട് വരികയും ചെയ്യണം. അങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബോൾ ഇടാനൊക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലും സൈസ് കുറഞ്ഞ ബോൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്കത് നോക്കാം. ഒന്ന് പിടിച്ച് നമ്മളിപ്പോ ഈ ബോൾ ഇതിന് ഉള്ളിലായിട്ട് കയറ്റി ഇടാനായിട്ട് പോവുകയാണ്. ഉള്ളിൽ വെച്ചു, ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതിനുള്ളിലായിട്ട് നമ്മൾ കയറ്റി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സ് ഇടുമ്പോൾ ആ ബോൾ അകത്തോട്ട് പോകുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവേഴ്സ് ഇട്ട് നോക്കാം. ഒന്ന് റിവേഴ്സ് ഇടണേ. റിവേഴ്സ് ഇടുമ്പോൾ ഈ ബോള് കറക്റ്റ് ആയിട്ട് ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട്. ന്യൂട്രാക്കുമ്പോൾ ബോൾ പുറത്ത് വരുന്നുണ്ട്. റിവേഴ്സ് ഇട്ടേ. റിവേഴ്സ് ഇടുമ്പോൾ ബോൾ അകത്തോട്ട് വിടുന്നുണ്ട്. ന്യൂട്രാക്കേ. തേടും പുറത്ത് ബാക്കിയുള്ള ഗിയർ എന്നിട്ടേ. വേറെ ഗിയർ ഒന്ന് ഇടുമ്പോൾ ഈ ബോൾ അകത്തോട്ട് പോകുന്നില്ല. ഇനി റിവേഴ്സ് ഇട്ടേ. റിവേഴ്സ് ഇടുമ്പോൾ ഇത് അകത്ത് കയറി പോകുന്നുണ്ട്. ന്യൂട്രാക്കുമ്പോൾ ഇത് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ബോൾ കറക്റ്റ് ആണ്. അപ്പോൾ ഈ ബോൾ നമുക്ക് ഇടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ബോൾ ഇടാൻ വേണ്ടി ഇതിനകത്തൊരു ശാഖയിൽ ഒരു ഗ്രീസ് തേക്കുന്നുണ്ട്. കാരണം ഗ്രീസ് തേക്കുന്ന ബോൾ ഊരി വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആ ബോൾ ഇട്ടു. ഇനി നമുക്ക് ആ ബോൾ ഉള്ളി കറക്റ്റ് ആയിട്ട് കയറ്റിയിടണം. നമ്മളതിന്റെ ബോളിലോട്ട് കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ചാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ സ്വിച്ച് ഓവർടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബോൾ അതിനുള്ളിൽ തന്നെ കിടപ്പുണ്ട്. നമുക്ക് ഈ സ്വിച്ച് ഫിറ്റ് ചെയ്യാം. സ്വിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് നോക്കാം അതിന്റെ വർക്കിംഗ് കറക്റ്റ് ആണോ എന്നുള്ളത്. കാരണം ആ ബോൾ അകത്തോട്ട് പോകുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ മീൻസ് അതിനർത്ഥം ഓക്കെ ആകാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം. ഇത് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോ ഇത് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈസ് വരുന്നത് 19 ആണ്. 19 ഡബിൾ ഇഞ്ച് വെച്ചാണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സോക്കറ്റ് കൊടുത്തിട്ട് നമ്മളിപ്പോ ഇട്ട് ബോൾ കറക്റ്റ് ആണോ, അതിന്റെ റിവേഴ്സ് കത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. സോക്കറ്റ് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഇത് പ്രസ് ചെയ്താൽ മതി. ഇത് പ്രസ് ചെയ്തിട്ട് സോക്കറ്റ് നമുക്ക് മുകളിലോട്ടായിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ചാവി ഓൺ ആക്കിയിട്ട് കത്തുന്നുണ്ടോ, റിവേഴ്സ് ഇടുമ്പോൾ കത്തുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ചാവി ഒന്ന് ഓൺ ചെയ്തിട്ട് കത്തുന്നുണ്ടോ നോക്കാം. നേരത്തെ നമ്മൾ ചാവി ഓൺ ചെയ്യുമ്പോൾ കത്തുന്നുണ്ടോ. ചാവി ഒന്ന് ഓൺ ചെയ്തേ. ഓക്കെ, റിവേഴ്സ് ഇട്ടേ. ഓക്കെ, ഇപ്പോ കത്തുന്നുണ്ട്. ന്യൂട്രാക്ക്. റിവേഴ്സ് ഇട്ടേ. ന്യൂട്രാക്ക്. റിവേഴ്സ് ഇട്ടേ. ചാവി ഓഫ് ചെയ്തേ. ചാവി ഓൺ ചെയ്തേ. ന്യൂട്രാക്ക്. ഇപ്പോ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഇതിന്റെ വയർ കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വയർ താഴോട്ട്, ഇതിന്റെ സോക്കറ്റിന്റെ വയർ താഴോട്ട് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ താഴെ മുട്ടിയിട്ട് വയറൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗിയർ ഓയിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഒഴിക്കുക. എന്നിട്ട് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മളിപ്പോ ഇതിന്റെ റിവേഴ്സിന്റെ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് കണ്ടത്. കാരണം വേറെയുള്ള വണ്ടികൾക്കൊന്നും ആ ഒരു ബോൾ വരുന്നത് കുറവാണ്. പക്ഷെ ഹുണ്ടായുടെ സാൻഡ്രോയ്ക്ക് ആ ഒരു ബോൾ വരുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോ റിവേഴ്സിന്റെ സ്വിച്ച് മാറാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോ അഴിക്കുന്ന സമയത്ത് ആ ബോൾ താഴെ പോകും. പിന്നീട് നമ്മൾ പുതിയ സ്വിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലൈറ്റ് ചാവി ഓൺ ആക്കുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എപ്പോഴും ലൈറ്റ് കത്തിക്കൊണ്ടേയിരിക്കും റിവേഴ്സിന്റെ. നമ്മൾ ന്യൂട്രാക്കിയാലോ റിവേഴ്സ് ലൈറ്റ് ഇട്ടാലോ ആ ലൈറ്റ് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ബോളിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റിവേഴ്സിന്റെ സ്വിച്ച് നമ്മൾ മാറുന്ന സമയത്ത് ആ ബോൾ കറക്റ്റ് ആയിട്ട് എടുത്തു വെക്കുക. താഴോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും അതിനകത്ത് ബോൾ ഇല്ലെന്ന് വിചാരിക്കും. അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റിവേഴ്സിന്റെ സ്വിച്ച് വർക്ക് ആവാത്തതും അതുപോലെ തന്നെ അതിനകത്ത് ഒരു ബോൾ മിസ്സിംഗ് വന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഹുണ്ടായി സാൻഡ്രോ ആയിരുന്നു ഇതിന്റെ വണ്ടി. അപ്പോൾ ബോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ലൈറ്റ് എപ്പോഴും തന്നെ കത്തി കിടക്കും. ചാവി എപ്പോൾ ഓൺ ചെയ്യുന്നു അന്നേരം ലൈറ്റ് കത്തി കിടക്കും. റിവേഴ്സ് ഇട്ടാലോ ഏത് ഗിയർ ഇട്ടാലോ ആ ലൈറ്റിന് വേറെ മാറ്റങ്ങളൊന്നും വരില്ല. ലൈറ്റ് കത്തി തന്നെ കിടക്കും. കാരണം ആ ബോൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്വിച്ചിനെ കറക്റ്റ് ആയിട്ട് പ്രസ് ചെയ്ത് വെക്കുകയുള്ളൂ. ആ ബോൾ ഇല്ല നമ്മൾ ഇടുമ്പോൾ ആ സ്വിച്ചിന്റെ ആ അറ്റത്ത് വരുന്ന ആ പ്രസ്സിങ്ങിന്റെ ഭാഗം അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഈ ലൈറ്റ് കത്തി കിടക്കുന്നത്. അപ്പോൾ ഹുണ്ടായി സാൻഡ്രോയുടെ റിവേഴ്സ് ലൈറ്റ് കത്താത്തതും അതുപോലെ തന്നെ അതിന്റെ ബോളിന്റെ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ഇട്ടേക്കുന്ന ബോള് മാരുതി SSK ആൾട്ടോയ്ക്ക് വരുന്ന ബാക്ക് വീൽ ബെയറിംഗിന്റെ ബോളാണ് ഇട്ടേക്കുന്നത്. അതിൽ നിന്ന് ഒരു ബോൾ എടുത്തിട്ടാണ് നമ്മൾ അത് ഇട്ടേക്കുന്നത്.
ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.